ഗൈസ് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി റെഡി ആയിട്ടുണ്ട്. രസമുണ്ടോ? എവിടെ വൃത്തിയൊന്നുമില്ല, കാണിച്ചു തരാം. അങ്ങനെയുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ഉണ്ടായാൽ മതിയായിരുന്നു. ഗൈസ് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. ഞങ്ങളാണ് അമ്പലത്തിൽ പോകുന്നത് അല്ലേ? യെസ്. അതെ. അപ്പം ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. ഈ കാണുന്ന വണ്ടിയെല്ലാം ഇട്ട് നമുക്ക് അവിടെ മുന്നിലേക്ക് പോകാനുള്ള വഴി പോലും ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ തിരക്ക്. കൈനീട്ടം മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ, 1 രൂപ. നല്ല ചൂടുമായിരുന്നു അവിടെ, എല്ലാവരും വേർത്ത് വിളിക്കുന്നു. നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇവിടെ ഇരിക്കുകയാണ്. നമ്മളെപ്പോൾ വന്നാലും ഇവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് പരിപാടിയൊന്നുമില്ല, നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഗൈസ് നമ്മൾ അമ്പലത്തിൽ പോയി വന്നു. അമ്മ അമ്പലത്തിൽ വന്നു, ഞങ്ങൾ അമ്പലത്തിൽ പോയി. എങ്ങനെയുണ്ട് ശരി? തണുപ്പ് അല്ല ചൂട് അനുഭവമാണ്. ഞാൻ കണ്ടില്ല വേർത്ത് വെച്ചിട്ടുണ്ട്. ദൈവമേ, മോന്നൊക്കെ പൊന്നു. ഹായ് ഗൈസ്. പോയി ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടം എന്നാണ് പറയാറ് കേട്ടോ. അതെ അതെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ നല്ല അപ്പവും ഇഷ്ടക്കറിയും ഒക്കെ കൂട്ടി നന്നായി കഴിച്ചു. ഞാനും എൻ്റെ അനിയനും അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച അട ഉണ്ടല്ലോ, അമ്മ രാത്രി ഉണ്ടാക്കുന്ന അട നമ്മളിന്ന് രാവിലെ കഴിച്ചു. ഞാൻ ഇന്നലെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ രാവിലെ ഒന്ന് കഴിച്ചു. ഇവർക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് മധുരം ചിലവ് കഴിക്കുന്ന ഇഷ്ടമല്ലല്ലോ. എനിക്കെന്തോ ഇഷ്ടവും അപ്പം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതും കഴിക്കണമെന്ന് തോന്നി. പിന്നെ രാവിലെ ചിലപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളിത് കഴിക്കുള്ളൂ, പിന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടും പോലും ഉണ്ടാവില്ല. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഇനി പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക അടുത്ത ലഞ്ച് വരെ. ഇത് എല്ലാ ഫെസ്റ്റിവലുള്ള ദിവസം നമുക്ക് നന്നായിട്ട് അറിയണതാണ്. വെറുതെ ഡ്രസ്സ് മാറ്റി ഇങ്ങനെ ഇരിക്കുക. ഇതെൻ്റെ കയ്യിൽ എങ്ങനെയും മുറിഞ്ഞിട്ടുണ്ട്, എങ്ങനെയെന്ന് എനിക്കറിയില്ല. നല്ല നീറ്റിലുണ്ട്. നല്ല വിശേഷം. ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഇരിക്കുകയാണ്. അമ്മയും അച്ഛനൊക്കെ പോയി, അമ്മമ്മയുടെ വീട്ടിൽ പോയി. ഞങ്ങളിപ്പോൾ പോകും. ഞാനിങ്ങനെ മീറ്റിങ്ങിൽ പോകുന്നു. അവിടെ സ്കൂട്ടി പോയി. ഞങ്ങളിങ്ങനെ അതിന് പോകുന്നു. അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളതെല്ലാം അങ്ങനെ മക്കളെ കൂടെ കാണട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു കണി. നമ്മുടെ വീട്ടിലെത്തി. കുറച്ച് ഭയങ്കര ചൂടാണ്. സൗണ്ട് ക്ലാരിറ്റി ഇത്തിരി കുറവാണ്. ഞാൻ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നിൽക്കുകയാണ്. കണി കാര്യങ്ങളൊക്കെ ആരുമില്ല, വെറുതെ പറയാ. വെറുതെ ഹാപ്പി വിഷു പറയാ. ഹാപ്പി വിഷു. ആ ഓക്കെ. പായസം കാണിച്ചു. ഇന്ന് വിഷുവായിട്ട് ഇവരോട് സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനൊരു സേമിയ പായസം ഫാനല്ല, എനിക്ക് അടയാണ് ഇഷ്ടം. ബട്ട് ഇവരാരും അട ഉണ്ടാക്കിയില്ല ഗൈസ്. ഹാപ്പി വിഷു. അമ്മ നമുക്ക് വിഷുവൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നൈസിൽ അടുത്ത് പരിപാടിക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ അമ്മമ്മയുടെ വീട്. ഞങ്ങൾ അതുവഴിയാണ് പക്ഷെ വരാറ്. ഇതുണ്ടോ, ഇതാണ് എൻ്റെ അമ്മമ്മയുടെ വീട്. അവിടെ പുറത്തിരിക്കുകയാണ് വെറുതെ. ഹായ് ഹായ്. അമ്മേ എന്താ പപ്പടം കാച്ചുന്നു. എന്താ കറി? സാമ്പാർ. എന്തൊക്കെയാ വെച്ചാ നമുക്ക് മുത്തശ്ശന്റെ എല്ലാം മുത്തശ്ശന്റെ കേട്ടോ. ഞാനൊന്ന് ഒന്നും ചെയ്തില്ല, തേങ്ങ മാത്രം ചെയ്ത് കൊടുത്തില്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. സേമിയ പായസം ഉണ്ടാക്കിയാണ് ഞങ്ങൾക്ക് മനസ്സിലാരും കഴിക്കാതിരിക്കണം. തേങ്ങ പിഴിഞ്ഞ് ഉണ്ടാക്കണം. അപ്പൊ കുറച്ച് താമസം വരും. ഓ, അപ്പൊ പരിപ്പറുണ്ട്. ഓക്കെ ഓക്കെ, സെറ്റാക്കാം. ഇപ്പൊ റെഡിമെയ്ഡ് സേമിയാണ്. വളരെ സ്പെഷ്യൽ ആണല്ലേ? ഓക്കെ, ഒരു വെറൈറ്റി ആണ്. കഴിച്ചു നോക്കി വീടറിയും. വിഷുവായിട്ട് എല്ലാവരും ഓരോ പണിത്തിരക്കിലായിരുന്നു. മാം അങ്ങനെ പപ്പടം കാച്ചിലും വേറെ ഓരോന്നൊക്കെ ഉണ്ടാക്കലായിരുന്നു. പിന്നെ അമ്മ പായസം വയ്ക്കാൻ ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കേണ്ട സമയം ആവാറായി. അപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിലെത്തി. എല്ലാവർക്കും കാണിച്ചു തന്നെ അച്ഛനോട് വരാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉള്ളത് തന്നെ മേമ, അമ്മ. ഇതിൻ്റെ അമ്മയുടെ വീടാണ്. അപ്പോൾ അമ്മയുടെ അനിയത്തിയുണ്ട്,
അവരുടെ മകളാശ്വതി ഞാൻ പറഞ്ഞു കാണിച്ചത് അവൾ. അതുപോലെ നമ്മുടെ കോമ്പറ്റീഷൻ അങ്ങനെയുള്ള പിന്നെ എൻ്റെ അച്ഛനും വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ ചേച്ചി വരും, ചേച്ചി വരും, അവരുടെ മകൾ എൻ്റെ ചേച്ചി, പിന്നെ അവരുടെ ഫാമിലി ഹസ്ബൻഡ് ഫാമിലി കുട്ടികളൊക്കെ വരും. അപ്പോൾ അവരൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് സദ്യ വയ്ക്കും. അതൊക്കെ നമ്മൾക്ക് എന്താ പറയുക വിശേഷങ്ങൾ. നമ്മൾ വേറെ കൂടെ പൊളിക്കുമ്പോഴൊക്കെ നല്ല പോസ്റ്റ് അടിക്കാൻ നല്ല ചൂടാണ്, എങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാട്ടോ. പോണോന്നേ. ഹായ് ഹായ് പറയൂ. ഹായ് ഹായ്. ഞാനാരും മൈൻഡ് ചെയ്യണില്ല പ്ലേ. ചോറുന്ന Thank you. എന്തിനാ കറിയുടെ സാമ്പാറല്ലേ? താങ്ക് യു. ഇവരൊക്കെ വെള്ളം ചോക്കല ആൾക്കാർ ഇപ്പൊ വെള്ളം മാറി. ഇവരെ ശരിക്കുള്ള മുഖങ്ങളുണ്ടല്ലേ? അതെ ഗൈസ്, നമ്മുടെ ഡാൻസ് ടീച്ചറാണിത് അല്ലേ? ഇവരൊക്കെ ഡാൻസ് സ്കൂളിലെ കുട്ടികളാണ് അല്ലേ? അല്ലേ? ആണ് പറയും. അത് ആദ്വിക കൃഷ്ണയും അവിടെ കുട്ടിയാണ്. എന്താ വെള്ളം വന്നേ? എന്താ മുത്തശ്ശന സ്പെഷ്യല്? ആ ഓക്കെ ഓക്കെ. പേരെന്തായിരുന്നു? കൊരട്. അത് കൊരടിയെന്ന് ചുരങ്ങി പിടിക്കുന്നേ. കൊരടി അല്ലേ? കൊരടിയാണ്. ഓ അത് കൊരളാണോ? ഓക്കെ ഓക്കെ ശരി. അപ്പം ഞങ്ങൾ നല്ല സദ്യയൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നല്ലവരും കൂടി നിന്ന് കഴിച്ചത് കേട്ടോ. പിന്നെന്താ ചേച്ചി വീഡിയോ എടുക്കുന്നുണ്ടോ? അയ്യോ എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനെടുത്തു. നമുക്ക് അത് കുട്ടികൾക്ക് വളർന്നതാണേ. ഇവര് ഫുഡ് കമ്മിറ്റിക്കാരാണ്. ഇവർക്ക് എത്ര കഴിക്കും? കമ്മിറ്റിക്കാർക്ക് എന്ത് വേണം? അതെ. എന്താ ഒരു കൃഷിയൊക്കെ പറയൂ. ഇത് പുളിയിഞ്ചി, ഇത് അവിയല്, ഇത് തോരൻ ഉപ്പേരി, പിന്നെ അച്ചാറ്, വറവ്. ഇത് നമ്മളെ എന്താ വെച്ച് കുമ്പളങ്ങ കൊരട്, കുമ്പളങ്ങയുടെ കൊരട്. സ്പെഷ്യലാണ്. സാമ്പാറ്, പിന്നെ സേമിയ പായസം. ഇവരൊക്കെയാണ് ഫുഡ് കമ്മിറ്റിയിലത്തെ മെമ്പേഴ്സ് അല്ലേ? തേങ്ങ മാത്രം ഞാൻ ചെറിയ അമ്മയാണ് പായസം. മൂപ്പില്ലാത്ത കുരുതില്ലേ അത് എടുത്തിട്ടുണ്ടാക്കി സാമ്പാർ വെച്ചത് അമ്മ. അന്ന് നമ്മൾ ബാക്കി മുത്തശ്ശൻ. നമ്മളിങ്ങനെ വേണം നമ്മൾ പായസം കുടിക്കാൻ, മനസ്സിലായില്ലേ? ഇലയിൽ നമ്മൾ പായസം നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ മധുരം ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ വേണം നമുക്ക് കുടിക്കാം. കുറച്ച് മസാലയൊക്കെ കൂട്ടി നമുക്ക് ഇങ്ങനെ കുടിക്കാം. പുറത്ത് കടന്ന് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ അതും ഹാപ്പി വിഷു അറിയോ? ഹാപ്പി വിഷു അറിയോ? വെറുതെ പറ. ഹാപ്പി വിഷു പറ.
അയ്യ എന്താട്ടോ ഇങ്ങനെ അയ്യേ മണ്ണ് കളിക്കാൻ ഉണ്ണിയൊക്കെ ഹാപ്പി വിഷു പറഞ്ഞു നമ്മുടെ ഉണ്ണി ഹാപ്പി വിഷു പറഞ്ഞു. അപ്പോൾ നമ്മൾ വിഷു സദ്യയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇവരിവിടെ കഷ്ണങ്ങളെല്ലാം നേരാക്കാൻ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചിക്കൻ മേടിച്ച് വരികയല്ലേ വേണ്ടല്ലോ, അപ്പോൾ അവന് വേഗം ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ള അഭിനയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചിരിയും വർത്തമാനങ്ങളൊക്കെ നിർത്തിയപ്പോഴേക്കും അതുവരെ വായടയ്ക്കാത്ത സംസാരമായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അക്ഷരം ഉണ്ടെന്നില്ല. എൻ്റെ ഉണ്ട് ഒരു ചിക്കന് വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. നാക്കടല്ലേ വെറും ഷോ പട്ടി ഷോ ഒരു കുഴപ്പമില്ല. അല്ല അല്ലെങ്കിൽ വായടക്കാത്ത ആൾക്കാർ നാണക്കേട് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരു വായ പൂട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയും ഇതൊക്കെ ശീലമുണ്ടേ. ഓ ശീലാവണ്ടേന്ന് ഞാൻ പറയുന്നത് വീഡിയോയില് ഈ ഫുള്ള് ഷോയാണ്. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക്. ഹലോ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ്. ഞങ്ങൾ വൈകുന്നേരത്തേക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവരൊക്കെ അരിയാണ്. ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്തു. നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. കറി അവരെല്ലാം ഉണ്ടാക്കുന്നത് സത്യത്തിൽ എൻ്റെ അച്ഛനാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്ന കറികളൊക്കെ. വിഷുവിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞു, മതിയായി. ഭയങ്കര ചൂടാണ് ഇവിടെ. അങ്ങനെയൊക്കെ അപ്പോൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഉള്ളി അരിച്ചിലും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ കാര്യങ്ങൾ, ചിക്കൻ കഴുകുന്ന വൃത്തിയാക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അടുക്കളയിൽ നിന്നിട്ട് ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അമ്മയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് അല്ലേ? ആ നല്ല ആളാ. ഞാൻ കന്നഡ ഊരിയില്ലാന്ന്. ആ നമുക്ക് അമ്മ വണ്ടി ഓടിക്കുന്നത് കാണാം. കാറിൽ മുന്നിൽ നിൽക്കുന്നതൊക്കെ നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഫസ്റ്റ് കാലൊക്കെ നന്നായി. അത് ഫസ്റ്റ് ചോദിക്കും. എന്താ അമ്മ പറഞ്ഞ രണ്ടിലും ബ്രേക്ക് കൂട്ടി മെല്ലെ മെല്ലെ. വണ്ടി ഓടുന്നു നമ്മൾ നിർത്തണം തന്നെ ഇവിടെ. എന്തൊക്കെ രണ്ടും പിടിച്ചാൽ മതി. ഇതും കൂടെ പിടിച്ചാൽ ഇത് മെല്ലെ വിടൂ. എന്താ വെച്ചിരിക്കുന്നത്? ഇതിപ്പോ നിങ്ങൾ വീട്ടിൽ വരികയല്ലോ. മോളെ ഫോണില്ലേ ഉരുട്ടാണോ? നല്ല വെയിറ്റിന് പറയുന്നത് വേണ്ടി. നമ്മൾ നോക്കിക്കണം കൊടുക്കുന്നുണ്ട്. ആ പോട്ടെ പോട്ടെ അങ്ങനെ പോട്ടെ പോട്ടെ. Yes, congratulations. അമ്മ ഇപ്പൊ എന്ത് തോന്നുന്നു? നന്നായിട്ടില്ലേ? വർത്താനം പറയില്ലേ? ഫുള്ള് കോൺസെൻട്രേഷനാ. അമ്മ അങ്ങനെ 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 വരും വരും വരും.
പഠിച്ച് പഠിച്ച് പഠിക്കാനാ പോകുന്ന ഡൗട്ട്. വരൂ വരൂ. ആ വിട്ടു വിട്ടു, ഞങ്ങളെ പിടിക്കണമെന്നില്ല അവര്. വരൂ വരൂ, മെല്ലെ കൊടുത്താ മതി. ആ ആ പോട്ടെ വരട്ടെ വരട്ടെ വരട്ടെ. ഇങ്ങട് ഇങ്ങട്. അയ്യോ സോറി അമ്മേ. നേരെ കാത്തിക്കാം. അന്നെ പോട്ടെ പോട്ടെ. അങ്ങോട്ട് ഇരിക്കും. പഠിച്ചു പഠിച്ചു ഗേൾസ്. അതെ. ഇനി ഞാൻ നാളെ നേരെ ഒറ്റ ദൈവമേ, എന്തുകൊണ്ട് ഇനി നേരെ ഓട്ടിക്കറി അടി. അവിടെ നിർത്തൂ. അത് ശാരദ അമ്മ വരുന്നുണ്ട്. നാളത്തെ വണ്ടി ഇറക്കി ഓട്ടിക്കുന്നു. കേറില്ല വണ്ടിയില്. അതല്ല സെന്റർ പഠിക്കില്ലേ? തീർച്ചയായും എന്താടി അങ്ങനെ ഒരു അല്ല പഠിക്കും പഠിക്കും പഠിക്കും. അതല്ല നമ്മൾ നാളത്തെ ഓട്ടിക്കിറക്കാൻ വേണ്ടി. അപ്പൊ ശാരദ ചേച്ചി ആയിരിക്കും പറയുന്നത്. അല്ലേ കൊറച്ചിങ്ങനെ ഓടിച്ചു പഠിച്ചു. അമ്മ വണ്ടി ഓടിച്ചു ഗൈസ്. നോക്കാം. അച്ഛൻ ചിക്കനൊക്കെ ഭയങ്കര തിരക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കാതിരുന്നിട്ട് നോക്കാം. ചിക്കൻ കറി ഏകദേശം റെഡിയായി, നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ഓണാക്കാൻ മറന്നുപോയി. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഓർമ്മ വന്നത്, ഞാൻ എടുത്തിട്ടില്ല എന്ന്. ഞങ്ങൾ പുറത്ത് വന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ലേറ്റ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യണം. കഴിച്ചു നോക്കട്ടെ. കറി അടിപൊളിയായിരുന്നു. ഭയങ്കര എരിവാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ല എരിവുണ്ട്. ഇപ്പം ആകെ രണ്ടും കേട്ട അവസ്ഥയിലാണ്. ഇവൾക്കൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ടേസ്റ്റോട് നിർത്താനും പറ്റുന്നില്ല, എന്നാൽ എരിവുകൊണ്ട് കഴിക്കാനും പറ്റുന്നില്ല. അപ്പം ആകെ ഇടങ്ങാറായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നല്ല എരിവാണ് അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.